ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഏത്തക്ക തേങ്ങ ഫ്രൈ ആണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പച്ചക്കായ ആണ് ഉപയോഗിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പം ഞാനിത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടൊരു 3 പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. 3 ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങ ചിരവിയത് 1 കപ്പ്, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 8 ഏലക്ക ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ഏത്തക്ക ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ഏത്തക്ക അരിഞ്ഞെടുക്കുമ്പോൾ നല്ല കനം കുറഞ്ഞിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇതുപോലെ തന്നെ ഈ 3 എടുത്തു വെച്ചിരിക്കുന്ന ഏത്തക്കയും വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് അത് തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഏത്തക്ക ഫ്രൈ ചെയ്തെടുക്കണം. ഏത്തക്ക ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏത്തക്ക ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കത് വേവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് സാധാരണ പഴുത്ത പഴമാണ് നമ്മളിങ്ങനെ ചെയ്യാറുള്ളത്. ഇതിപ്പം ഏത്തക്ക വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. ഏത്തക്ക ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കറയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നെയ്യിൽ വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം തന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ചിരവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കായും തമ്മിലാണ് പൊടിച്ചിരിക്കുന്നത്. അത് രണ്ടും കൂടി പൊടിച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഈ ഏത്തക്ക തേങ്ങ ഫ്രൈ എന്ന് പറയുന്നത്. അധിക സമയമൊന്നും വേണ്ട നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഏത്തക്ക തേങ്ങ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതൊരു സേവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പഴുത്ത പഴത്തിൻ്റെ ഫ്രൈ ചെയ്യുന്ന അത്ര ടേസ്റ്റി ഒന്നും ആയിരിക്കത്തില്ല. കാരണം ഇതെന്തെന്നെ ആയാലും ഏത്തക്കായാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പം ഏത്തക്ക ഫ്രൈ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.